ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും. പണ്ട് മതബോധന ക്ലാസ്സിൽ സിസ്റ്റർ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, യേശു നിനക്ക് ആരാണ്? ഈ ചോദ്യത്തിന് പലർക്കും പല ഉത്തരമാണ്. ചിലർ പറയും യേശുവിൻ്റെ കൂട്ടുകാരനാണ്, യേശുവിൻ്റെ അപ്പനെ പോലെയാണ്, യേശുവിൻ്റെ അമ്മയെ പോലെയാണ്. ചിലർ പറയും യേശു എനിക്ക് എല്ലാമാണ്. ഈ ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് സിസ്റ്റർ പ്രത്യേകിച്ചൊന്നും പണ്ടും പറയാറില്ല. ഇപ്പോൾ കുറച്ചും കൂടി പക്വത ഒന്ന് ചിന്തിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഉത്തരവില്ല. ഇതിലേതായിരുന്നു ശരി? ഏതായിരുന്നു ശരി എന്ന ചോദ്യത്തിന് ഇതൊന്നും തെറ്റല്ല എന്നുള്ളൊരു വ്യക്തത ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് കാരണം ഓരോരുത്തർക്കും ക്രിസ്തു വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ക്രിസ്തു ഇടപെടുന്ന രീതി വ്യത്യസ്തമാണ് എന്നൊരു തെളിവ് ഇന്നത്തെ ഗോസ്പെൽ നമുക്ക് ലഭിക്കും. ഇന്നത്തെ ഗോസ്പെൽ യേശുവിൻ്റെ സെൻഡ് ഓഫ് മീറ്റിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യേശു ആദ്യം സംസാരിക്കുന്ന ശിഷ്യന്മാരോടാണ്. യേശു തൻ്റെ പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശവും ഇനിയുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. എന്നിട്ട് യേശു ഇപ്പോൾ സംസാരിക്കുന്നത് പിതാവിനോടാണ്. പിതാവിനോട് പറയുമ്പോൾ യേശു വളരെ ക്ലാരിറ്റിയോടാണ് സംസാരിക്കുന്നത്. എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്നും എൻ്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും ആ ലക്ഷ്യത്തിൻ്റെ യാത്രയിൽ എത്തിയതിൻ്റെ ഒരു നിർവൃതിയുമാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ. ഇത് യേശുവിന് വേണമെങ്കിൽ സ്വർഗത്ത് ചെന്നിട്ട് നേരിട്ട് കണ്ട് പിതാവിനോട് പറഞ്ഞൂടെ? എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചിത് പറഞ്ഞത്? അതിന് കാരണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഭൂമിയിൽ പിതാവുമായി ചിന്തിക്കുമ്പോൾ തൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനുഷ്യർക്കറിയണമെന്ന് ക്രിസ്തുവിനൊരു ആഗ്രഹമുണ്ടായിരുന്നു. യേശുവിന് പിതാവായ ദൈവം ഒരു അപ്പൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ അപ്പൻ എന്നൊരു കോൺസെപ്റ്റ് നന്നായി പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്കുകൾ കൊണ്ട് പിതാവ് എന്നൊരു കോൺസെപ്റ്റ് വളരെ കൃത്യമായി കോയിൻ ചെയ്ത യേശുവാണ്. അങ്ങനെ എനിക്കിതിൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞ് പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇത് ഗോസ്പൽ പോലും തുടങ്ങുന്നത്. യേശുവിൻ്റെ റിലേഷൻഷിപ്പ് പിതാവായ ദൈവവുമായിട്ട് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് യേശു പറയും നിത്യജീവൻ എന്ന് പറയുന്നത് അവിടത്തെയും യേശു ക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ്. ഈ അറിഞ്ഞ മനുഷ്യർ വളരെ കൃത്യമായ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ ചോദ്യം ഇതാണ്, എന്ത് റിലേഷൻഷിപ്പാണ് നമ്മൾ ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പണ്ടത്തെ സിസ്റ്റർ ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടും, യേശു എനിക്ക് ആരാണ്? ഈ അറിഞ്ഞവരെല്ലാവരും ഇനി എന്ത് ബേസിലാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും ഇനി ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകണം. ഇത്രയും കാലം വെറുതെ പറഞ്ഞ വാക്കുകളല്ല, വളരെ ഡെപ്തായിട്ട് നമുക്ക് പറയാനുണ്ടാകണം. യേശു എനിക്ക് അപ്പനാണ്, യേശു എനിക്ക് അമ്മയാണ്, യേശു എനിക്ക് സ്വന്തം സഹോദരനാണ്, യേശു എനിക്ക് ഒരു സഹോദരിയെ പോലെയാണ്, യേശു എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെയാണ്, കൂട്ടുകാരിയെ പോലെയാണ്, എൻ്റെ അയൽവാസിയെ പോലെയാണ്, എൻ്റെ എല്ലാമാണ്. ഇങ്ങനെ എന്തു തന്നെ ഉത്തരങ്ങളായിക്കൊള്ളട്ടെ, പറയുന്ന ഉത്തരത്തിന് ജീവിതത്തിൻ്റെ വാക്കുകളുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് നമ്മൾ ആരാണെന്നും ക്രിസ്തു നമുക്ക് ആരാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായ ഉത്തരമുണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൃപയാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന.
ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. ആരാധന, ആരാധന, ആരാധന അങ്ങേയ്ക്ക്. ആരാധന, ആരാധന, ആരാധന അങ്ങേയ്ക്ക്. നിന്നാത്മാവാൽ നയിക്കേണമേ ആത്മാക്കളെ നേടുവാൻ. നിന്നാത്മാവാൽ നയിക്കേണമേ ആത്മാക്കളെ നേടുവാൻ. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കേണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കേണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ, നീ എന്നും എന്റേതു മാത്രം. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു.